പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. ഈ ലോകം മുഴുവൻ കാണണം അനീതിക്കും അക്രമത്തിനും വർഗീയതയ്ക്കുമെതിരെ ഉയരുന്ന കൈകളെ. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. അതിനുശേഷം എന്റെ പൊന്നോ ആർക്കും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇന്നലെ ഗോകുലം ഗോപാലൻ, ഇന്ന് പൃഥ്വിരാജ്. കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. ഓക്കെ, എന്തായാലും ഒരു പാർട്ടി ഭാഗ്യം കേരളം ഭരിക്കാൻ, കേരളത്തിൽ നിന്ന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു സീറ്റ് എന്തായാലും അടുത്ത വർഷം പോകും. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാൻ വന്നിട്ട് പറയണേ ഞങ്ങൾ ഇതിന്റെ പാർട്ട് 3 ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള രീതി. ഇറങ്ങിയാൽ എന്താ ഇപ്പം? എടേ ഓക്കെ, ഈ ഗുജറാത്ത് വിഷയങ്ങൾ ഒക്കെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, തെറ്റ് ചെയ്തിട്ടല്ലയോ? തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇപ്പൊ 3 ഇറങ്ങിയാന്നും പറഞ്ഞിപ്പോ എന്താ എന്തോന്നാണ് ഇങ്ങനെയൊക്കെ? ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കണം. എന്ന് ഇനി 3rd വേണ്ടി വെയിറ്റിംഗ് ആയിട്ടുള്ളവരും അതും കമന്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്ന കണ്ടെത്തൽ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ആദായ വകുപ്പ് പറയുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, സ്വാഭാവികമായിട്ടും എമ്പുരാന് ശേഷമുണ്ടായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്നുള്ള സംശയമുണ്ടാകാം. അത്തരമൊരു നീക്കത്തിന്റെ കൂടി ഭാഗമാണോ അതോ ഇത് പഴയ കേസാണോ? എന്തെല്ലാമാണ് പൃഥ്വിരാജിന് ആദായ നികുതി നോട്ടീസ് നൽകുമ്പോഴുള്ള വിശദീകരണങ്ങൾ? കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വരുന്ന ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നതാണ്. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിശദീകരണം നൽകേണ്ടത് എന്ന കാര്യം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. അതായത് 3 സിനിമകൾ, ഗോൾഡ്, അതോടൊപ്പം തന്നെ ജനഗണമന, കൂടാതെ കടുവ, ഈ 3 സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു. പക്ഷേ അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിരുന്നില്ല. മറിച്ച് കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ്, നികുതി കൂടുതലാണ്. പക്ഷേ ഒരു കോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ അതിന്റെ വരുമാനം വാങ്ങുമ്പോൾ അതിൽ വരുന്ന ടാക്സ് മറ്റേ ഇതിനെ അപേക്ഷിച്ച് കുറവുമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു അന്തരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 40 കോടിയോളം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിശദീകരണം നൽകേണ്ടത്. ഇത് IT വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നത്. സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നതാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. മാർച്ച് 27-ന് എമ്പുരാൻ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പിറ്റേ ദിവസം, അല്ല അന്ന് തന്നെ വൈകിട്ട് വിവാദമാകാൻ തുടങ്ങി. അത് ഗുജറാത്ത് വിവാദമാണ്, അങ്ങനെയാണെന്നും പറഞ്ഞ് ഈ പാർട്ടിക്കാർ തന്നെ ഇതെടുത്ത് ഇടുകയും ചെയ്തത്, ഉള്ള വള്ളിക്കെട്ടെല്ലാം മരിച്ചു വെക്കുകയും ചെയ്തത്. ഇപ്പം കളക്ഷനാണെങ്കിൽ ഇടിച്ച് കയറി പോകുന്നത്. എങ്ങനെ പോയാലും പടം 300 കോടി കയറും. നോട്ടാനെ തന്നെ കയറിയിരിക്കും. മലയാളത്തിൽ ആദ്യത്തെ 300 കോടി തൂക്കിയായിരിക്കും. ഇന്ന് തന്നെ വേണ്ട മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ തകർത്ത് തൂത്ത് വാരി ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ലാലേട്ടൻ മതി, ഇനി ഇതിന്റെ തേടറങ്ങിപ്പിക്കത്തില്ലെന്ന് പറയണം. ഓക്കെ, ഇപ്പൊ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കുറെ വാർത്തകളാണല്ലോ വരുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് പൃഥ്വിരാജിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കേസും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. മലയാളത്തിലെ പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനികളുടെ കള്ളപ്പണ ഇടപാടുകളെ പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി. വിദേശത്ത് വെച്ചടക്കം ശതകോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നതായി നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. നിർമ്മാതാക്കളെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ തുടങ്ങി മലയാള സിനിമാ നിർമ്മാണത്തിൽ സജീവ പങ്കാളിത്തമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും 2 മാസം മുമ്പ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. സൂപ്പർ താരങ്ങൾ അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തി. കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഈ റെയ്ഡിൽ കിട്ടിയ വിശദാംശങ്ങളാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നത്. ചില നിർമ്മാതാക്കളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇങ്ങനെയാണ്. താരങ്ങൾ പലരും പ്രതിഫലം വിദേശത്ത് വെച്ചാണ് വാങ്ങുന്നത്. പ്രതിഫലത്തിന് പകരമായി ഓവർസീസ് റൈറ്റ് വാങ്ങുന്നവരുണ്ട്. വൻ കള്ളപ്പണ ഇടപാടാണ് ഇതുവഴി നടക്കുന്നത്. വിദേശത്ത് വെച്ച് നടക്കുന്ന കള്ളപ്പണ ഇടപാടുകളുടെ തുടർച്ചയായി പലരും വൻതോതിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇവരിൽ പലരും ദുബായിലടക്കം നടത്തിയ ഇത്തരം ഇടപാടുകൾ സംശയിക്കപ്പെടുന്നതാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ചില തമിഴ് സിനിമാ നിർമ്മാതാക്കൾ പേര് വയ്ക്കാതെ മലയാള സിനിമയിൽ പണം മുടക്കിയിട്ടുണ്ട്. സിനിമയ്ക്കായി പണം കടം കൊടുക്കുന്ന ചെന്നൈയിലെ ലോബിയും ചില സിനിമകൾക്ക് പണം മുടക്കിയിട്ടുണ്ട്. പരാജയപ്പെട്ട സിനിമകൾ പോലും കോടികൾ ലാഭമുണ്ടാക്കിയെന്ന പ്രചരണം കള്ളപ്പണം വെളുപ്പിക്കാനാണ്. ലിസ്റ്റിൻ സ്റ്റീഫനെ കൂടാതെ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ് അടക്കമുള്ളവരെയും എൻഫോഴ്സ്മെന്റ് വീണ്ടും ഈ ഒരു ന്യൂസ് സംബന്ധമായിട്ട് നേരത്തെ മറുനാടൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവും. ഇന്ന് രാവിലെ ഞാൻ ഏറ്റവും അധികം സമയം മെനക്കെട്ടത്
ഈ വാർത്തയുടെ പിന്നാമ്പുറ കഥകൾ ശേഖരിക്കാനാണ്. അന്വേഷണ ഏജൻസികളോടും ആരോപണ വിധേയരായ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളോടും നടന്മാരോടും ഒക്കെ സംസാരിച്ച ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇടയടച്ച് നടപടിക്രമങ്ങൾ ഒഴിവാക്കി എന്ന് മനോരമ പറയുന്ന ആ നടൻ അത് പൃഥ്വിരാജ് തന്നെയാണ്. ഇത്തരക്കാർ പ്രൊപ്പഗൻഡ സിനിമകൾ ചെയ്യുന്നു എന്ന ഒരു സംശയം കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട്. വാസ്തവത്തിൽ പൃഥ്വിരാജ് അവരുടെ സംശയമുന്നിലേക്ക് വന്നത് ജനഗണമന എന്ന സിനിമയിലൂടെയാണ്. ജനഗണമന അതിന്റെ തുടക്കമായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് വാഗിൻ കുന്നൻ അനൗൺസ് ചെയ്തത്. അടച്ച് നിയമ നടപടികൾ റദ്ദാക്കിയെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നത്. അപ്പം തെറ്റ് ചെയ്താലല്ലേ പിഴ അടയ്ക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ വരുവൊക്കെ ചെയ്തത്, ആ ഒരു വിഷയത്തിലാണ്. പക്ഷെ പൃഥ്വിരാജ് എന്നൊരു പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ ന്യൂസിൽ വന്നേക്കുന്നതെല്ലാം ഫേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനഗണമന ഇറങ്ങിയതിന് ശേഷമാണ്, അതായത് ആ മൂവി ഇറങ്ങിയതിന് ശേഷമാണ് പൃഥ്വിരാജിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. നിങ്ങൾ കണ്ട കാണുമ്പോൾ അതിനകത്തെ ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഭയങ്കര ആളിക്കത്തലായിരുന്നു. രാഷ്ട്രീയക്കാർക്കാണെങ്കിലും മീഡിയക്കാർക്കാണെങ്കിലും പോലീസുകാർക്കാണെങ്കിലും തലവേദന ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനകത്തെ റീല് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും ചോദ്യം ചോദിക്കേണ്ടവന് ആ ഒരു ഡയലോഗും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഈ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്തായിരുന്നു ഓരോ വ്യക്തികൾ നടന്നുകൊണ്ടിരുന്നത്. പൃഥ്വിരാജ് പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും അത് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അന്ന് ജനഗണമനയ്ക്കകത്ത് എല്ലാം വിളിച്ചു പറഞ്ഞ പോലെ തന്നെ ഇന്ന് എമ്പുരാനകത്ത് ഇത് A to Z കാര്യങ്ങൾ ആദ്യത്തെ 40 മിനിറ്റ്, ആ 40 മിനിറ്റിൽ 1-2 മിനിറ്റ് കട്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കാണാത്തവർ ഇനിയും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. കാരണം ഇത് കണ്ടിരിക്കണം. കാരണം പടം കണ്ട് തിയേറ്ററിൽ ഇരുന്നൊരു പെണ്ണ് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇത് ലൂസിഫറിന്റെ ബാക്കിയല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ആ പെണ്ണിന് വന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അടുത്ത അവർ ഹസ്ബൻഡ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ചേച്ചി. ഞാൻ ചേച്ചി ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യും പറയും. ഒരു ബ്ലാസ്റ്റ്, ആ ബ്ലാസ്റ്റ് ഒരാൾ വന്നിട്ട് അതിടുന്ന് കണ്ട ആ സെക്കൻഡിൽ ആ ചേച്ചിയുടെ കിളി, അപ്പൊ ഇപ്പൊ കാര്യം കത്തി. അവിടെ തൊട്ട് ആൾക്കാർ ആദ്യം എന്താ തലയ്ക്കകത്ത് ഓളം വേണം. പിന്നെ അതുപോലെ തന്നെ പടത്തിലൊരു വില്ലനെ ക്ലൈമാക്സിൽ എല്ലാവരും ആരാണ് ആ വില്ലൻ ആ വില്ലൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നിഞ്ച അങ്ങനെയുള്ള പടത്തിലെ അതും വലിയ കൊമ്പത്തിരിക്കുന്ന നടനെയാണ് പൃഥ്വിരാജ് ക്ലൈമാക്സിൽ കൊണ്ടുവരുന്നത്. അതുപോലെ അറിയാതെ കുറെ മണ്ടന്മാർ മലയാളികളുണ്ട്. ഏതൊരു വേട്ടാവളിനെ കൊണ്ടുവന്നെന്ന് പറയുന്നത് അവന്റെ റേഞ്ച് പോലും മനസ്സിലാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പൃഥ്വിരാജ് പറയാൻ ഉദ്ദേശിച്ചത് അന്ന് ജനഗണമനയിൽ പറഞ്ഞതും ഇന്ന് എംബ്രാനി പറഞ്ഞതും നിങ്ങളൊന്ന് ആലോചിക്കുക. അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഇപ്പം തന്നെ അയാളുടെ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ജനങ്ങൾ അറിയാനും വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളം ഒരു ഗുജറാത്തായി മാറും. എമ്പുരാൻ ടീമിനെ പിന്തുടർന്ന കേന്ദ്ര ഏജൻസികൾ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിലെ ED റെയ്ഡിന് പിറകെ പൃഥ്വിരാജിനെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പും രംഗത്ത് വരുന്നു. 3 സിനിമകളിലെ പ്രതിഫലം സംബന്ധിച്ച വ്യക്തത വേണം എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 29-നകം മറുപടി നൽകണം. ഇതിപ്പോൾ വന്നിരിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കേന്ദ്ര ഏജൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആ പടത്തിനകത്ത് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മഞ്ജു വാര്യർ ഒരു സീനുണ്ട്, അതിപ്പോൾ ലീക്കായിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ്. അതൊക്കെ എടുത്തിടുമ്പോൾ ഉമാരുടെയൊക്കെ നെഞ്ചത്ത് കൊള്ളുന്ന രീതിയിലാണ് ആ സീനൊന്ന് ഞാൻ വെച്ചുതരാം. എന്റെ കൈകളിൽ അണിയിച്ച ഈ വിലങ്ങ് നിങ്ങൾ എല്ലാവരും കാണണം, ഈ ലോകം മുഴുവൻ കാണണം. അനീതിക്കും അക്രമത്തിനും വർഗീയതയ്ക്കുമെതിരെ ഉയരുന്ന കൈകളെ അവരിങ്ങനെയാണ് ബന്ധിതമാക്കുന്നത്. പക്ഷേ കൈകളെ മാത്രമേ വിലങ്ങണിയിക്കാൻ അവർക്ക് സാധിക്കൂ, ആശയങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ വിലങ്ങുകളെക്കാൾ എത്രയോ ശക്തിയുണ്ട് ഈ നാടിന്റെ രാഷ്ട്രീയത്തിനും സംസ്കാരത്തിനും. എന്നൊക്കെ പറഞ്ഞ് ഇതാണ് സത്യം പറഞ്ഞാല ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ. സിനിമയിൽ എന്ത് കാണിച്ചു കൂട്ടിയോ അത് തന്നെയല്ലേ ഇപ്പൊ റിയൽ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇന്ന് നമ്മുടെ നാട്ടില് എന്താ പറയണ്ട, വാ തുറന്ന് സത്യങ്ങൾ വിളിച്ച് പറയുന്നവന്റെ വാ അടപ്പിക്കാൻ നടക്കുന്ന കുറെ അന്തം. ബാക്കി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യൂസ് യുവർ ബ്രെയിൻ ഫസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് വില്ലൻ വന്നിട്ടൊരു ഡയലോഗ് അടിക്കും, കേരളത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡാമൊക്കെ നിന്റെ ഡാമിനടുത്ത് ഇത് ഇട്ടാൽ മാത്രം മതി, നശിക്കാൻ അതൊക്കെ തന്നെ ധാരാളം എന്ന രീതിയിലൊക്കെ ഈ പടത്തിൽ അതുപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യാവസ്ഥയാണ്. ഇത് മനസ്സിലാക്കാതെ കുറെ നാറികൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ പടത്തിനെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി കുറെ തെണ്ടികൾ, അശ്വന്ത് കോക്കിനെ പോലുള്ള പരട്ട നാറികളെ തന്നെ ഞാൻ പറയും. ഇതുപോലുള്ള ചെറ്റകൾ, കഥ എന്താ അറിയാത്ത, ആട്ട കാണാത്ത പരമ നാറികൾ, ഇവന്മാർ ഈ പടത്തിനെ മോശമാക്കാൻ നോക്കിയെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ കുറെ നാറി പാർട്ടിക്കാരും. എന്തായാലും ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ചാവാൻ കടന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതായത് കേന്ദ്രം
അറിയില്ല എന്ന് ഞാൻ അറിയാമല്ലോ. അവരുടെ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ, പണ്ട് ആ പാർട്ടിയിലായിരുന്നു പുള്ളിക്കാരൻ. ഇപ്പോൾ പറയുന്നൊന്ന് കേട്ടോ. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വായടപ്പിക്കാനുള്ള BJPയുടെയും സംഘപരിവാറിന്റെയും പരിശ്രമത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ സ്വാധീനിച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ള സംഘപരിവാറും BJPയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും മറ്റ് വഴികൾ തേടിക്കൊണ്ടും വളഞ്ഞ വഴികൾ തേടിക്കൊണ്ടും കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. അതിനിടയ്ക്കാണ് കേരളത്തിൽ നിന്ന് ചില ചെറുത്തുനിൽപ്പുകൾ ഉയരുന്നത്. സാംസ്കാരിക മേഖലയിൽ നിന്ന്, സിനിമാ മേഖലയിൽ നിന്നൊക്കെ BJPയുടെ RSSന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ചില ചെറുത്തുനിൽപ്പുകൾ ഉയരുന്നുണ്ട്. രാജ്യത്ത് മറ്റൊരു സ്ഥലത്തുനിന്നും ഉയരാത്ത ഒരു ചെറുത്തുനിൽപ്പ് കേരളത്തിൽ വരുന്ന സമയത്ത് അത് അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള ഭീഷണി ഉണ്ടായത്. ആ ഭീഷണിയുടെ ഭാഗമായിട്ടാണ് മോഹൻലാലിന്റെ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് കേരളത്തിൽ പ്രദർശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, ഗോകുലം ഗോപാലിനും പൃഥ്വിരാജിന്റെ അവസ്ഥ മനസ്സിലായോ? നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരല്ല, മുരളി ഗോപി. അദ്ദേഹം മാപ്പൊന്നും പറയാനൊന്നും പോത്തൊന്നുമില്ല. ലാലട്ടൻ വന്നിട്ട് പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പൊലിപ്പിച്ച് കയറ്റി വിടുകയൊക്കെ ചെയ്തത്. ആ മേജർ രവിയുടെ നാണം കെട്ട ബുള്ളറ്റ് തീർത്ത് വന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല, പിന്നാണ് സൈബർ അറ്റാക്കും കാര്യങ്ങൾ. അവിടെ ആണുങ്ങളായ നേർക്ക് നേരെ എന്ന് സംസാരിക്കുക മാത്രമല്ല, സത്യസന്ധമായിട്ട് വാ തുറന്ന് സത്യം പറയണം. അതാണ് ഒരു ഇന്ത്യൻ ആർമിക്കാരന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ എന്തുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല? ആരെയോ വെള്ളം പൂശാൻ വേണ്ടിയായിട്ട് വന്ന് പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാലോ. വളരെ മോശമായിപ്പോയി നിങ്ങളുടെ ഒരു കാര്യത്തിലാണ്. ഇപ്പൊ കേരളത്തിലായതുകൊണ്ടാണ് ഇൻകം ടാക്സിനെയും മീഡിയയും വിടുന്നത്. കർണാടകയിലോ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ ആയിരുന്നെങ്കിൽ തോക്കും കൊടുത്ത് വിടുമായിരുന്നു, ആളുകളെ കൊല്ലാൻ വിടുമായിരുന്നു. നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ടല്ലോ, സാംസ്കാരിക പ്രവർത്തകരെ വെടിവെച്ച് കൊന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അത്തരം സാഹചര്യം കേരളമായതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ മറ്റു വഴികളിലൂടെ കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. കേരളക്കാർക്ക് വിവരമുണ്ട്, സത്യം പറയാലോ, കേരളക്കാർക്ക് വിവരമുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ഇതിനകത്ത് കയറി കളിക്കുന്നില്ല. ഇനിയുള്ള തലമുറകളാണെങ്കിൽ പോലും ഇവന്മാരെ അടുപ്പിക്കരുതെന്ന്. കാരണം അതുപോലെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയണം അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഗുജറാത്തും റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. റോഡ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല മക്കളെ. അവിടുത്തെ ആൾക്കാരുടെ രീതിയും സ്വഭാവവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര ഒരു ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് വിവരം ഉണ്ടോണ്ട് ഇവന്മാർ കയറി വരുന്നില്ല. ആലോചിച്ച് നോക്കി, നമ്മുടെ ലാലേട്ടനോ പൃഥ്വിരാജോ മുരളി ഗോപിയൊക്കെ വേറൊരു നാട്ടിലായിരുന്നെങ്കിലോ, ഈ ഗുജറാത്തിലെ അല്ലെങ്കിൽ കർണാടക അവിടെ ഇവിടെ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ കലാപം ഷൂട്ട് ചെയ്ത് ഗുജറാത്തിൽ വെച്ചായിരുന്നു. എൻ്റെ പൊന്നോ, അവന്മാരോ എല്ലാം അറിഞ്ഞായിരുന്നെങ്കിൽ കൊല ചെയ്തേനെ ഇവരെ എല്ലാവരെയും കൂടെ. കഷ്ടം. അതുപോലെ തന്നെ നിങ്ങൾ ആ പടം കാണുന്നവർക്ക് മുന്ന എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ചതിയൻ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. എല്ലാവന്മാരെയും, പ്രത്യേകിച്ച് ഈ പാർട്ടിയിലുള്ളവന്മാരാണെങ്കിൽ പോലും കൂടെ നിന്ന് ചതിക്കുന്നവന്മാരാണ്, കൂടെ നിന്നിട്ട് ചതിക്കുന്നവന്മാരാണ്. അതുകൊണ്ട് ആരും നമ്പായിരിക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ പാർട്ടി, ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, ഇപ്പം പണ്ട് അഖിൽമാരാർ പറഞ്ഞൊരു സംഭവമുണ്ട്. അഖിൽമാരാർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, പിണറായി വിജയൻ പരനാറി എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലെ ഇപ്പം ഏതെങ്കിലും ഒരു നേതാവായിക്കോട്ടെ, അയാളെ ഇതുപോലെ വിളിക്കാം. പക്ഷെ ഇവന്മാരെ അങ്ങനെയല്ല. ഇവന്മാർ ഉന്നി വെച്ചിട്ട് ഇവന്മാർ വെടിവെച്ച് കൊല്ലുന്ന ടീമുകളാണ്. കേരളം ഒരു ചവിട്ടുകുട്ടയാക്കാൻ ചെയ്തും ആരും അനുവദിക്കരുത്. ഇപ്പൊ തന്നെ ഒരു പടത്തിന്റെ അവസ്ഥ കണ്ടില്ലേ, ഇതിന്റെ 3ാം ഭാവം ഇറക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പം തോന്നിവാസം എന്താണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. ബൈ 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 ബൈ.